മക്കളെ, വെൽക്കം ടു ആർക്കേനെക്സ്. അപ്പോൾ നമ്മുടെ NMMS എക്സാമിന് നമ്മുടെ ബയോളജി ടെക്സ്റ്റ് 8th സ്റ്റാൻഡേർഡിലെ ബയോളജി ടെക്സ്റ്റിൽ നിന്ന് എപ്പോഴും ചോദിക്കുന്ന ചെറിയൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് നമ്മുടെ പ്ലാന്റ് ന്യൂട്രിയൻസ് അല്ലെങ്കിൽ സസ്യങ്ങളിലെ പോഷകങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ നമുക്കറിയാം പ്ലാന്റ് ന്യൂട്രിയൻസ് എന്ന് പറയുന്നത് എത്ര തരമുണ്ട്? 2 തരമുണ്ട്. ഏതൊക്കെയാണ്? മാക്രോ ന്യൂട്രിയൻസും ഉണ്ട്, അതുപോലെ തന്നെ മൈക്രോ ന്യൂട്രിയൻസും ഉണ്ട്. അതിൽ മാക്രോ ന്യൂട്രിയൻസ് എന്ന് പറയുമ്പോൾ എന്താണ്? വലിയ തോതിൽ നമ്മുടെ സസ്യങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള പോഷകങ്ങളെയാണ് നമ്മൾ എന്തെന്ന് പറയുക? മാക്രോ ന്യൂട്രിയൻസ് എന്ന് പറയാം. മാക്രോ ന്യൂട്രിയൻസ് ഏതൊക്കെയാണ്? നൈട്രജൻ വരുന്നുണ്ട്, പൊട്ടാസ്യം ഉണ്ട്, ഫോസ്ഫറസ് ഉണ്ട്, കാൽസ്യം ഉണ്ട്, മെഗ്നീഷ്യം ഉണ്ട്, അതുപോലെ തന്നെ സൾഫർ ഉണ്ട്. ഇതെല്ലാം എന്താണ്? മാക്രോ ന്യൂട്രിയൻസ് ആണ് അല്ലേ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മൈക്രോ ന്യൂട്രിയൻസ് എന്തൊക്കെയാണ്? മൈക്രോ ന്യൂട്രിയൻസ് എന്ന് പറയുമ്പോൾ എന്താണ്? പേര് പോലെ തന്നെ ചെറിയ തോതിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള, നമ്മുടെ സസ്യങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ന്യൂട്രിയൻസ് അല്ലെങ്കിൽ പോഷകങ്ങളെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? മൈക്രോ ന്യൂട്രിയൻസ് എന്ന് വിളിക്കുക. മൈക്രോ ന്യൂട്രിയൻസ് ഏതൊക്കെയാണ്? ബാരിയം ഉണ്ട്, ബോറോൺ ഉണ്ട്, സിങ്ക് ഉണ്ട്, കോപ്പർ ഉണ്ട്, അതുപോലെ തന്നെ മോൾബിഡീനിയം ഉണ്ട്, ക്ലോറിൻ ഉണ്ട്, നിക്കൽ ഉണ്ട്. ഇതെല്ലാം എന്താണ്? മൈക്രോ ന്യൂട്രിയൻസ് ആണ്. അപ്പോൾ ഈ ഒരു പോർഷനിൽ നിന്ന് നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റത്തില്ലേ?